വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 7 ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ചാനലിൽ മിക്ക വീഡിയോസും പാർട്ടായിട്ടാണ് ഇടാറുള്ളത്. സോ എൻ്റെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അവിടെ കാണാൻ പറ്റും. ക്ലാസ് 6 സോഷ്യൽ സയൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ സയൻസിൻ്റെ വീഡിയോസ് അവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രം ദ ആമസോൺ ബേസിൻ മുതലാണ് കേട്ടോ. ഹാവിൻ യു ഹേർഡ് അബൌട്ട് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ്? നിങ്ങൾ ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ദീസ് ആർ കോൾഡ് ദ ലങ്സ് ഓഫ് എർത്ത്. എർത്തിൻ്റെ ലങ്സ് എന്നാണ് ആരെ വിളിക്കാറുള്ളത്? ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ വിളിക്കാറുള്ളത്. ദ ആമസോൺ ഫോറസ്റ്റ് വിച്ച് ഈസ് ദ ഹാബിറ്റേറ്റ് ഓഫ് ഹ്യൂജ് വെറൈറ്റി of flora and fauna that are not found anywhere else is in the South America. അപ്പോൾ ഒരുപാട് ജീവജാലങ്ങൾ അവിടെ ജീവിച്ചു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഐഡൻറ്റിഫൈ ദ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് സൗത്ത് അമേരിക്ക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി അറ്റ്ലസ്. അപ്പോൾ നാച്ചുറൽ ബോർഡേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? നോർത്തിൽ കരീബിയൻ സീ, ഈസ്റ്റിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ, വെസ്റ്റിൽ പസഫിക് ഓഷ്യൻ, പിന്നെ സൗത്തിൽ അന്റാർട്ടിക് ഓഷ്യൻ. ഇത്രയാണ് അവിടെ വരുന്നത് കേട്ടോ. കരീബിയൻ സീയുടെ സ്പെല്ലിംഗ് CARIBBEAN. As it is in the equatorial region, the northern region of South America are not very hot and get plenty of rainfall. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയനിൽ എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ നോർത്തേൺ റീജിയൻ ഓഫ് സൗത്ത് അമേരിക്ക ആർ വെരി ഹോട്ട് ആൻഡ് ഗെറ്റ് പ്ലൻറ്റി ഓഫ് റെയിൻഫാൾ. അവിടെ ഹോട്ടും ആണ്, അതേപോലെ തന്നെ നമുക്ക് സെയിം ആയിട്ട് എന്ത് റെയിൻഫാളും കിട്ടുന്നുണ്ട്. ദ സദേൺ മോസ്റ്റ് റീജിയൻ ഓഫ് സൗത്ത് അമേരിക്ക എക്സ്പീരിയൻസസ് എക്സ്ട്രീം കോൾഡ്. പക്ഷേ അമേരിക്കയുടെ സദേൺ മോസ്റ്റ് പാർട്ടിൽ എന്താണ് ഫുള്ളായിട്ട് കോൾഡ് ആണ് അനുഭവപ്പെടുന്നത്. അടുത്തത് ഫ്ലോറ ഫൗനയാണ് കേട്ടോ. സൗത്ത് അമേരിക്ക വിച്ച് ഇൻക്ലൂഡ് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇൻ റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി. ദിസ് പ്ലേസ് ഈസ് ഫേമസ് ഫോർ ആമസോൺ വാട്ടർ ലില്ലി, അനക്കൊണ്ട ആൻഡ് സോ ഓൺ. അപ്പോൾ സൗത്ത് അമേരിക്കയിൽ എന്താണുള്ളത്? നമ്മൾ ആമസോൺ റെയിൻ ഫോറസ്റ്റ് അവിടെയാണുള്ളത്. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ എന്താണ്? ആമസോൺ വാട്ടർ ലില്ലി ഉണ്ട്, അന്നക്കോണ്ട ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളാണ്. ദ ആൻഡസ് മൗണ്ടെയിൻസ് in South America is the habitat of flowering plant called andean lupin and mammals such as llama. അപ്പോൾ അതായത് എന്താ പറയുന്നത്? അവിടെ ആൻഡസ് മൗണ്ടെയിൻ റേഞ്ച് അവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട് സൗത്ത് അമേരിക്ക. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടുള്ള ആൻഡിയൻ ലൂപ്പിനും ഉണ്ട്. അതുപോലെ ചില മാമൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിൽ വരുന്ന ലിയാമ എന്ന് പറഞ്ഞ കാറ്റഗറിയും അവിടെ ഉണ്ട്. പിന്നെ പാൻറ്റനാൽ ഇൻ സൗത്ത് അമേരിക്ക ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രോപ്പിക്കൽ വെറ്റ്ലാൻഡ് ഏരിയാസ് ഇൻ ദ വേൾഡ്. അപ്പോൾ ലാർജസ്റ്റ് ട്രോപ്പിക്കൽ വെറ്റ്ലാൻഡ് ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് ഉത്തരം പറയാം, പാൻറ്റനാൽ. എ മാമൽ കോൾഡ് കെപ്പിബാറ ക്യാൻ ബി സീൻ ഇൻ ദിസ് ഏരിയ. അപ്പോൾ അങ്ങനെ ഒരു മാമലും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം. അടുത്തത് സം ഫ്ലോറ ആൻഡ് ഫൗന ഇൻ സൗത്ത് അമേരിക്ക. ഓരോ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻഡിയൻ ലുപ്പിൻ, ആമസോൺ വാട്ടർ ലില്ലി, ലിയാമ, കേപ്പിബാറ. ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് എക്സാം വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കളക്ട് ദ പിക്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ഡിഫറെൻറ്റ് ഫ്ലോറ ആൻഡ് ഫൗന ഓഫ് സൗത്ത് അമേരിക്ക വിത്ത് ദി ഹെൽപ്പ് ഓഫ്
ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പ്രിപ്പയർ വാൾ മാഗസിൻ. അപ്പോൾ സൗത്ത് അമേരിക്കയിലുള്ള ഫ്ലോറ ഫൗണയുടെ ഇമേജസ് കളക്ട് ചെയ്തിട്ട് ഒരു മാഗസിൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. അടുത്തത് ഹ്യൂമൻ ലൈഫാണ്. മോസ്റ്റ് ഓഫ് ദി സൗത്ത് അമേരിക്കൻ എൻഗേജ് ഇൻ അഗ്രികൾച്ചർ, ഫിഷിംഗ് ആൻഡ് ഇൻഡസ്ട്രി. അതായത് സൗത്ത് അമേരിക്കൻസ് എന്തിലാണ് എൻഗേജ് ആയിട്ടുള്ളത്? അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഫിഷിങ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രി ആയിട്ടാണ് അവർ എൻഗേജ്ഡ് ആയിട്ടുള്ളത്. അതായത് അവർ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ആ ഒരു ഫീൽഡിലാണ്. ദിസ് കോണ്ടിനെൻറ്റ് ഈസ് റിമാർക്കബിൾ ഫോർ ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഇൻഡിജീനിയസ് പീപ്പിൾ, യൂറോപ്യൻസ്, ആഫ്രിക്കൻസ് ആൻഡ് ഏഷ്യൻസ്. അപ്പോൾ എന്താണ്, അവിടെ ഒരുപാട് കൾച്ചേഴ്സ് വരുന്നുണ്ട്, പല പല കൾച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ സെർച്ച് ഓഫ് ദ വൈറ്റ് കോണ്ടിനെൻറ്റ്. അപ്പോൾ അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗർ വന്നിട്ട് മൈത്രിയാണ്, സെക്കൻഡ് വന്നിട്ട് ഭാരതിയാണ്. അപ്പോൾ ഈ മൈത്രിയും ഭാരതി എന്താണെന്ന് നോക്കാം. മൈത്രി ആൻഡ് ഭാരതി ആർ ടു റിസർച്ച് സെൻറ്റേഴ്സ് ദാറ്റ് ഇന്ത്യ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ വേരിയസ് സ്റ്റഡീസ്. അപ്പോൾ പഠനത്തിനായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിസർച്ച് സെൻറ്റേഴ്സാണ്, 2 റിസർച്ച് സെൻറ്റേഴ്സാണ് മൈത്രിയും ഭാരതിയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ത്യയാണ് ഉണ്ടാക്കിയുള്ളത്, കാരണം ഇന്ത്യൻ ഫ്ലാഗൊക്കെ കാണുന്നില്ലേ. പക്ഷെ അത് ഏത് കോണ്ടിനെൻറ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇൻ വിച്ച് കോണ്ടിനെൻറ്റ് ദീസ് ആർ സിറ്റുവേറ്റഡ്. അപ്പോൾ എന്താ, ഏത് കോണ്ടിനെൻറ്റിലാണ്? അന്റാർട്ടിക് കോണ്ടിനെൻറ്റിലാണ് കേട്ടോ. അന്റാർട്ടിക്കയിലാണ് ഈ മൈത്രിയും അതുപോലെ തന്നെ ഭാരതിയും ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അന്റാർട്ടിക്ക എന്ന് എഴുതിക്കോ. അടുത്തത് 98% ഓഫ് ദിസ് കോണ്ടിനെൻറ്റ് ഈസ് കവേർഡ് ബൈ അന്റാർട്ടിക് ഗ്ലേസിയർ. അപ്പോൾ ആ ഒരു കോണ്ടിനെൻറ്റിൽ എന്താണ് 98% എന്താണ്? അന്റാർട്ടിക് ഗ്ലേസിയർ വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ പ്യുവർ വാട്ടർ ഓൺ എർത്ത് ഈസ് കണ്ടെയ്ൻ ഇൻ ദിസ് ഗ്ലേസിയർ. അപ്പോൾ ഈ ഒരു ഗ്ലേസിയറിലുള്ള വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര പ്യുവർ വാട്ടറാണ്, എർത്തിലെ തന്നെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള വാട്ടർ ഉള്ളതാണ് അവിടെ. അപ്പോൾ ഒബ്സർവ് ഫിഗർ 7.12 കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ ഗ്ലോബ് ആൻഡ് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് അന്റാർട്ടിക്ക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിഗറൊക്കെ കാണിച്ചു തന്നപ്പോൾ അന്റാർട്ടിക്ക കോണ്ടിനെൻ്റ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലോബ് ഉണ്ടെങ്കിൽ അന്റാർട്ടിക്കയുടെ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് എ കോണ്ടിനെൻറ്റ് ദാറ്റ് ഈസ് സറൗണ്ടഡ് എൻറ്റയർലി ബൈ ദ സദേൺ ഓഷ്യൻ. അപ്പോൾ ഈ ഒരു കോണ്ടിനെൻറ്റ് ചുറ്റും എന്താണ്? സദേൺ ഓഷ്യൻ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ലെറ്റ് us എക്സാമിൻ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അന്റാർട്ടിക്ക. അപ്പോൾ നമ്മൾ സൗത്ത് അമേരിക്കയിൽ നിന്ന് വിട്ടു, ഇനി നമ്മൾ അന്റാർട്ടിക്ക കോണ്ടിനെൻറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ അന്റാർട്ടിക്കയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഈ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. ഓക്കെ, ദ ട്രാൻസാന്റാർട്ടിക് മൗണ്ടെയിൻ റേഞ്ചസ് ഡിവൈഡ് ദ കോണ്ടിനെൻറ്റ് ആസ് ഈസ്റ്റേൺ അന്റാർട്ടിക്ക ആൻഡ് വെസ്റ്റേൺ അന്റാർട്ടിക്ക. അപ്പോൾ ഈ അന്റാർട്ടിക്കനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈസ്റ്റേൺ അന്റാർട്ടിക്കയും വെസ്റ്റേൺ അന്റാർട്ടിക്കയും. ഇപ്പോൾ എന്താണ് ഈ ഒരു മൗണ്ടെയിൻ്റെ ബേസിസിൽ. ഓക്കെ, അന്റാർട്ടിക് പെനിൻസുല ഈസ് എ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഓഫ് അന്റാർട്ടിക്ക വിച്ച് ലൈസ് ക്ലോസ് ടു സൗത്ത് അമേരിക്ക. അപ്പോൾ അന്റാർട്ടിക്ക പെനിൻസുല എന്ന് പറയുന്നത് ഒരു ഫിസിയോഗ്രാഫിക് ഡിവിഷനാണ്. അത് അമേരിക്കയുടെ അടുത്തും കൂടിയാണ് നിൽക്കുന്നത്. ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ അന്റാർട്ടിക്ക ഈസ് വിൻസൻ മാസിഫ്. അപ്പോൾ അന്റാർട്ടിക്കയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടെയിൻ ഏതാണ്? വിൻസൻ മാസിഫ് ആണ് കേട്ടോ. സെവറൽ വോൾക്കാനോസ് ക്യാൻ ആൾസോ ബി സീൻ ഇൻ ദിസ് കോണ്ടിനെൻറ്റ്. ഈ കോണ്ടിനെൻറ്റിൽ കുറേ വോൾക്കാനോസും നമുക്ക് കാണാൻ പറ്റും. അടുത്ത് നമുക്ക് പറയാനുള്ളത് ക്ലൈമറ്റ് ആണ്. അന്റാർട്ടിക്ക ഈസ് എ കോൾഡ് ഡിസേർട്ട് വിച്ച് ഈസ് കവേർഡ് ബൈ സ്നോ ത്രൂ ഔട്ട് ദി ഇയർ. ഒരു തണുത്ത ഡിസേർട്ടാണ്, കാരണം അതിൽ ഫുള്ള് മഞ്ഞാണല്ലേ. അപ്പോൾ കോൾഡ് സ്നോ ആണ്, എല്ലാ വർഷവും സ്നോ വന്ന് കിടക്കും. ഇറ്റ് ഈസ് ദ ലൊക്കേഷൻ ഓഫ് അന്റാർട്ടിക്ക വിച്ച് മേക്ക് ഇറ്റ്സ് ക്ലൈമറ്റ് യുണീക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു യുണീക്കാണ്, അതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് അതിൻ്റെ കാരണം. അടുത്ത ഫ്ലോറ ആൻഡ് ഫൗന. Except for certain mosses that are seen in the rift of glaciers, the rest of Antarctica is barren. Many of the coastal region of this continent are habitat of penguins and seals. അപ്പോൾ ഇവിടെ ഒരുപാട് ജീവജാലങ്ങൾക്കൊന്നും നിൽക്കാൻ പറ്റില്ല, പക്ഷെ അവർ കൂടുതലായിട്ട് കാണുന്നതാണ് പെൻഗ്വിൻസ്, അതേപോലെ തന്നെ സീൽസും കേട്ടോ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഫിഗർ കാണുമ്പോൾ സീൽസ് എങ്ങനെയുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. മോസസ്, പിന്നെ അവിടെ മോസസ് ഉണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ മേജർ ഫ്ലോറ ആൻഡ് ഫൗന ഓഫ് അന്റാർട്ടിക്ക, ഒന്ന് മോസസ്, പെൻഗ്വിൻ, സീൽസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അവിടെ അല്ലാതും ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഏതാ കാണുന്നതെന്ന് പഠിച്ചു വെക്കുക. അടുത്ത ഹ്യൂമൻ ലൈഫാണ്.
Human habitation is very limited in Antarctica. Researchers in environmental studies and adventure tourists are the only people who visited this place. അപ്പോൾ അന്റാർട്ടിക്കയിൽ അധികം ആൾക്കാരൊന്നും താമസിക്കുന്നേ ഇല്ല. അവിടെ കൂടുതലായിട്ടും എന്താണെന്ന് വെച്ചാൽ കുറേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സയൻറ്റിസ്റ്റ് വല്ലപ്പോഴും അവിടെ വന്ന് അവിടെ താമസിച്ചിട്ട് പോകും, അവരുടെ ആവശ്യത്തിന് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് എന്ന് മാത്രം. അടുത്തത് ടു ദ ലാൻഡ് ഓഫ് അഡ്വഞ്ചർ ആൻഷ്യൻ മറൈനേഴ്സ്. It was the historic voyage of adventurous mariners that helped in connecting different parts of the world. You have been familiarized with the Vasco da Gama voyage to India in the previous classes. അപ്പോൾ വാസ്കോ ഡി ഗാമ എന്നുള്ള ഒരാൾ നമ്മുടെ ഇന്ത്യയിലേക്ക് അതിഥിയായിട്ട് വന്നതാണ് അല്ലേ, ട്രാവലിൻ്റെ ഭാഗമായിട്ട്. ഹിസ് വോയേജസ് ടു ഇന്ത്യ ബൈ സീ ഹാവ് എ ഗ്രിറ്റ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. ഫ്രം വിച്ച് കോണ്ടിനെൻറ്റ് ഡിഡ് ഹി സ്റ്റാർട്ട് ഹിസ് ജേർണി ടു ഇന്ത്യ? അപ്പോൾ അവൻ ഏത് കോണ്ടിനെൻറ്റിൽ നിന്നാണ് നമ്മളെ സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. ഷാൾ വി ട്രാവൽ ടു ദ ലാൻഡ് ഓഫ് വാസ്കോ ഡി ഗാമ ഹു ഇൻഫ്ലുവൻസ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ? ഐഡൻറ്റിഫൈ ദ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് യൂറോപ്പ്. അപ്പോൾ അവർ അടുത്തത് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ നാച്ചുറൽ ബോർഡേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൗണ്ടെയിൻ റേഞ്ചസ് ലൈക്ക് ആൽപ്സ് ആൻഡ് ദ ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് കാർപ്പന്തേൻ ആർ സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സം ഓഫ് ദ ലോങ്ങസ്റ്റ് റിവർ ഓഫ് ദ വേൾഡ് സച്ചസ് ഡാനൂബി, ദ വോൾഗ ആൻഡ് ദ റൈൻ ഫ്ലോ ത്രൂ ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ ലോങ്ങസ്റ്റ് റിവർ ആയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്? യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. ദർ ആർ ഫെർട്ടൈൽ പ്ലെയിൻസ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ് ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ ഇഷ്ടംപോലെ പ്ലെയിൻസും ഗ്രാസ് ലാൻഡ്സും ഉണ്ട്. ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ്സ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് ആർ നോൺ ആസ് സ്റ്റെപ്പി. അപ്പോൾ വാസ്റ്റ് ഗ്രാസ് ലാൻഡ്സിനെ പറയുന്ന പേരാണത് കേട്ടോ. സെർട്ടൈൻ ഏരിയാസ് ഇൻ ദ നോർത്തേൺ കോസ്റ്റ് ലൈൻ ഓഫ് യൂറോപ്പ് ഈസ് റിച്ച് ഇൻ സ്പെഷ്യൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോൺ ആസ് ചോട്ട്സ് ആൻഡ് ഫിയോഡ്സ്. ഓക്കെ, അപ്പോൾ അവിടെ സ്പെഷ്യൽ ജോഗ്രഫിക്കൽ ഫീച്ചറായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളും ഉണ്ട്, അത് അറിയപ്പെടുന്ന പേരാണ്. അപ്പോൾ എന്താണ് അതെന്ന് നോക്കാം കേട്ടോ, ചോട്ട്സ് ആൻഡ് ഫിയോഡ്സ്. അപ്പോൾ ചോട്ട്സ് ആർ നാച്ചുറൽ narrow coastal region that are formed out of glacial action and surrounded by mountains or steep slope. അപ്പോൾ ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മൗണ്ടെയിൻ്റെ ചുറ്റും വന്നിട്ടുള്ള ഒരു വാട്ടറി കോസ്റ്റൽ റീജിയൻ ആണ് അല്ലേ, മൗണ്ടെയിൻ്റെ ഇടയിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റൽ ഏരിയയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റ്, ഇനി യൂറോപ്പിലെ ക്ലൈമറ്റിനെ പറ്റി നോക്കാം. യൂറോപ്പ് ജനറലി എക്സ്പീരിയൻസസ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ്. മോഡറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഹീറ്റും അതേപോലെ കോൾഡുമാണ് യൂറോപ്പിലുള്ളത്. സ്നോഫാൾ ഡ്യൂറിങ് വിൻ്റർ ഈസ് കോമൺ ഇൻ ദ നോർത്തേൺ റീജിയൻ ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ ഈ വിൻ്റർ ആവുന്ന സമയത്ത് അവിടെ മഞ്ഞ് പെയ്യാൻ തുടങ്ങും. അടുത്തത് ഫ്ലോറ ആൻഡ് ഫൗനയാണ്. ദ ആൽഫൈൻ റീജിയൻ ഓഫ് യൂറോപ്പ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഗ്രാസ് ലാൻഡ് ആൻഡ് മെഡിറ്ററേനിയൻ റീജിയൻസ് ഫോർ വിനയാർഡ്സ്. അപ്പോൾ അവിടെ കൂടുതലായിട്ടും ഗ്രാസ് ലാൻഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് കോർക്ക് ഓക്ക് ട്രീസ്, ഇതാണ് അവിടെ ഫ്ലോറ ആൻഡ് ഫൗനയിൽ വരുന്നത്. അടുത്തത് ആൽഫൈൻ സ്റ്റെപ്പി ഗ്രാസ് ലാൻഡ്സ് ഒരിക്കൽ പറഞ്ഞതാണ്. പിന്നെ ലിനറ്റ്സ് കേട്ടോ. അടുത്ത അവിടുത്തെ ഹ്യൂമൻ ലൈഫിനെ പറ്റി നോക്കാം. യൂറോപ്യൻസ് ജനറലി മെയിൻറ്റെയിൻ എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. യൂറോപ്പ് ഈസ് എ കോണ്ടിനെൻറ്റ് റിച്ച് ഇൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. അപ്പോൾ അവിടെ ഒരുപാട് കൾച്ചേഴ്സും കാര്യങ്ങളും ആർട്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോണ്ടിനെൻ്റ് ആണ്. ആന്തൻസ് ആൻഡ് റോം വിച്ച് ആർ എമംഗ് ദ മോസ്റ്റ് ആൻഷ്യൻ സിറ്റീസ് ഓഫ് ദി വേൾഡ് ആർ സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. അപ്പോൾ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സിറ്റികളിൽ രണ്ടാളിനായിട്ടുള്ള അതൊക്കെ എവിടെയാണ്? ഈ പറയുന്ന ആന്തൻസും റോംസും ഒക്കെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? യൂറോപ്പ് കോണ്ടിനെൻറ്റിലാണ്. സിറ്റീസ് സച്ച് ആസ് പാരീസ്, ലണ്ടൻ ആൻഡ് ബെർലിൻ ആർ സെൻറ്റേഴ്സ് ഓഫ് ആർട്ട്, ഫാഷൻ ആൻഡ് ടെക്നോളജി. അടുത്തത് പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിങ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യൂറോപ്പ്. അപ്പോൾ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യൂറോപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആൻസർ എഴുതാം. സം ഓഫ് ദ ലോങ്ങസ്റ്റ് റിവേഴ്സ് ഓഫ് ദ വേൾഡ് സച്ച് ആസ് ഡാനൂബ് ആൻഡ് വോൾഗ. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലൈമറ്റിൻ്റെ പോയിൻറ്റും കൂടിയും ഇൻക്ലൂഡ് ചെയ്യാം, അത്രേ. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ള ആൻസേഴ്സ് അവിടെ തന്നെ ഉണ്ട്. അടുത്തത്
to the land of marsupials. Kangaroos are animals with a lot of specialities. Australia is the continent where these are found. അപ്പോൾ അടുത്തത് ഓസ്ട്രേലിയ ആണ്. അപ്പോൾ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന അത് എന്തൊക്കെയാണ്, കങ്കാരൂസിനെ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. ലെറ്റ് us enquire more about Australia which is situated completely in the southern hemisphere. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലാണ് നമ്മുടെ ഓസ്ട്രേലിയ എന്ത് ചെയ്യുന്ന ലൊക്കേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഐഡൻറ്റിഫൈ ആൻഡ് മാർക്ക് നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് ഓസ്ട്രേലിയ ഫ്രം ദി അറ്റ്ലസ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ നാച്ചുറൽ ബോർഡേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. Australia is the smallest continent and is completely surrounded by ocean. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു സ്മോൾ കോണ്ടിനെൻ്റ് ആണ്. അത് ചുറ്റും എന്താണ്, ഓഷ്യൻ ആണുള്ളത്. ദ ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മൗണ്ടെയിൻ റേഞ്ച് ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടെയിൻ റേഞ്ച് ആണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് വിക്ടോറിയ ഈസ് വൺ ഓഫ് ദ മേജർ ഡിസേർട്ട് ഹിയർ. അപ്പോൾ അവിടെയുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ് ഇത് ദ ഗ്രേറ്റ് വിക്ടോറിയ എന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് ബാരിയർ റീഫ് സിറ്റുവേറ്റഡ് ഓൺ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ ഈസ് മെയ്ഡ് ഓഫ് കോറൽ റീഫ്സ്. അതായത് ദ ഗ്രേറ്റ് ബാരിയർ റീഫ് സിറ്റുവേറ്റഡ് ഓൺ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ ഈസ് മെയ്ഡ് ഓഫ് കോറൽ റീഫ്സ് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് മുറേ ഡാർലിംഗ് റിവർ ബേസിൻ ഈസ് എ ഫെർട്ടൈൽ അഗ്രികൾച്ചർ റീജിയൻ ഇൻ ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ ഈ കോണ്ടിനെൻറ്റിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ റീജിയൻ, നല്ല ഫെർട്ടൈൽ, നല്ല പോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മുറേ ഡാർലിംഗ് റിവർ ബേസിൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്ലൈമറ്റ് ആണ്. The major area of Australia experiences arid climate. As we go to the interior of the continent, the intensity of dryness increases. ഭയങ്കര കുറച്ച് എന്താ പറയുക, തണുത്ത അതുപോലെ തന്നെ നല്ല ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ. ഫ്ലോറ ആൻഡ് ഫൗന. ദ ഐസൊലേറ്റഡ് പൊസിഷൻ ഓഫ് ഓസ്ട്രേലിയ റിസൾട്ടഡ് ഇൻ ദ ഇവല്യൂഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫൗന ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫൗന ആയിട്ട് വരുന്നത് മാർസുപ്പിയൽസ് ആൻഡ് എഗ് ലേയിങ് മാമൽസ് ആർ എക്സാമ്പിൾ ഓഫ് ദിസ്. ഓക്കെ, അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. മാർസുപ്പിയൽസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് എനിമൽ സ്പീഷ്യസ് സീൻ ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിൽ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷ്യസ് ആണ് മാർസുപ്പിയൽസ് എന്ന് പറയുന്നത്. കങ്കാരു ആൻഡ് കോള വിച്ച് ക്യാരി ദെയർ യങ് വൺസ് ഇൻ ദെയർ ബെല്ലി പൗഞ്ചസ് ആർ എക്സാമ്പിൾ. അപ്പോൾ കങ്കാരും അതുപോലെ തന്നെ കോള, അപ്പോൾ അത് രണ്ടും എക്സാമ്പിളാണ്. അവരെവിടെയാണ് കണ്ടില്ലേ നമ്മൾ പറയുന്ന പോലെ. എ പാർട്ട് ഫ്രം ദീസ് എഗ് ലേയിങ് മാമൽസ് ലൈക്ക് പ്ലാറ്റിപ്പസ് ആൻഡ് ഏക്കിൻഡ ആർ സം അതർ എനിമൽ സീൻ ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിൽ കാണുന്ന എഗ് ലേയിങ് ആയിട്ടുള്ള മാമൽസിൽ തന്നെ എഗ് ലേയിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഏതാണ് പറയുന്നത്, ഈ രണ്ടെണ്ണവും കാണുന്നത് എവിടെയാണ്, ഓസ്ട്രേലിയയിലാണ്. പിന്നെ യൂക്കാലിപ്സ് ട്രീസ് ആൻഡ് അക്കാസിയ നോൺ എ വാറ്റിൽ ആർ പാർട്ട് ഓഫ് ദി ഫ്ലോറ ഹിയർ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇവിടെ കാണുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ, യൂക്കാലിയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഫിഗറാണ് അവർ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അടുത്തത് ഹ്യൂമൻ ലൈഫാണ്. ഓസ്ട്രേലിയ ഈസ് ദ ലാൻഡ് ഓഫ് മോഡേൺ സിറ്റീസ് ആൻഡ് ആൻഷ്യൻ കൾച്ചർ. ദ ഇൻഡിജീനിയസ് ട്രൈബൽ പീപ്പിൾ ഹിയർ പോസസ് എ വെരി റിച്ച് എത്നിക് കൾച്ചർ. സിറ്റീസ് ലൈക്ക്, അതായത് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു മോഡേൺ ആയിട്ടുള്ള സിറ്റിയാണ് അല്ലേ, പണ്ട് കാലം മുതലുള്ള നല്ലൊരു മോഡേൺ ആയിട്ടുള്ള സിറ്റിയാണ്. പിന്നെ സിറ്റീസ് ലൈക്ക് സീഡൻ, മെൽബൂർഗ് ആൻഡ് ബ്രിസ്ബാൻ. ദ മൗണ്ടെയിൻ റേഞ്ച് ദ ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്, അല്ലെങ്കിൽ നമ്മൾ
ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് ഇത് കണ്ടല്ലോ, ഫസ്റ്റ് ലൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഫില്ല് ചെയ്യാം കേട്ടോ. Haven't you realized that each continent has unique geographical features? ഓരോ കോണ്ടിനെൻറ്റിനും യുണീക്ക് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇഫ് യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് എനി ഓഫ് ദീസ് കോണ്ടിനെൻറ്റ് വിച്ച് വൺ, അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കോണ്ടിനെൻറ്റിൽ പോകുമെന്നാണ് ആ ഒരു ഭാഗത്ത് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് എഴുതാം. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി വരുന്നത് ഒരു ID കാർഡ് ഉണ്ടാക്കണം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഏഷ്യയുടെ, അതേപോലെ എല്ലാ കോണ്ടിനെൻറ്റിൻ്റെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ കോണ്ടിനെൻറ്റിനെയും വെച്ചിട്ട് അതിൻ്റെ ആൻസർ പറയാം. അന്റാർട്ടിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ള എല്ലാ കോണ്ടിനെൻറ്റിൻ്റെയും ഒരു ഇതുപോലെ ID കാർഡ് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട കാര്യം നമ്മൾ പറഞ്ഞു തരാം. ലെഫ്റ്റ് സൈഡിൽ കോണ്ടിനെൻ്റ് ഫിഗർ വരയ്ക്കാൻ പറ്റിയത് പ്രിൻ്റ് എടുത്ത് വെക്കുന്നവരോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അടുത്തത് കളക്ട് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഓരോ കോണ്ടിനെൻറ്റിലെയും ഫ്ലോറ ഫൗനയുടെ. നമ്മളിപ്പോൾ ഓരോ കോണ്ടിനെൻറ്റ് പഠിച്ചപ്പോൾ അതിൽ ഓരോ ഫ്ലോറോ ഫൗന ഏത് കോണ്ടിനെൻറ്റിലാണ് വരുന്നതെന്നൊക്കെ പിക്ചർ പറഞ്ഞില്ലേ. അപ്പോൾ ആ പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. തേർഡ് പറയുന്നത് റീഡ് ദ ട്രാവലോഗ്, കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ ബൈ കമൻറ്റർ അഭിലാഷ് ടോമി. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു ചെറിയ നോട്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ നോട്ട് ഇവിടെ കൊടുക്കാം കേട്ടോ. അടുത്തത് ക്ലാസ് ഗ്രൂപ്പുകളാക്കുക. ഓരോ ഗ്രൂപ്പിനും 4th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വായിച്ചു നോക്കാം, ഞാനത് പറഞ്ഞുതരാം. ഓരോ ഗ്രൂപ്പിലുള്ളവർക്ക് ഓരോ കോണ്ടിനെൻറ്റാണ് നെയിം കൊടുക്കുക. അതായത് ഒരു ഗ്രൂപ്പ് യൂറോപ്പ് ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് സൗത്ത് അമേരിക്ക, അങ്ങനെ നമ്മളിങ്ങനെ പറയും. ഓസ്ട്രേലിയ, അങ്ങനെ അന്റാർട്ടിക്ക, ഏഷ്യ, അങ്ങനെ പേര് കൊടുത്തിട്ട് അവരെന്തൊക്കെ ഒരു സെമിനാർ പ്രിപ്പയർ ചെയ്യണം. സെമിനാർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ കോണ്ടിനെൻസിൻ്റെയും നാച്ചുറൽ ബൗണ്ടറീസിനെ പറ്റി പറയണം, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് പറയണം, ക്ലൈമറ്റ് പറയണം, ഫ്ലോറ ആൻഡ് ഫൗന പറയണം, അതുപോലെ അവിടുത്തെ ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണെന്ന് പറയണം. ആൻസർ നമുക്ക് ടെക്സ്റ്റ് സെമിനാർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം പറയാൻ. ഒരു ഗ്രൂപ്പിൽ ഒരാളല്ല, മേ ബി ചിലപ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരാൾ നാച്ചുറൽ ബൗണ്ടറീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റാൾ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് പറയുക, അതുപോലെ അടുത്ത ആൾ ക്ലൈമറ്റ്. ഇതിൻ്റെ ആൻസർ പുറത്തുനിന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് നാച്ചുറൽ ബൗണ്ടറീസ് എന്താണ്, ഓരോ കോണ്ടിനെൻ്റിൻ്റെയും ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, ഫ്ലോറ ആൻഡ് ഫൗന, ഹ്യൂമൻ ലൈഫ്, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ. താങ്ക്